വെൽക്കം ബാക്ക് ടു അദ്വൈത് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഓക്കെ ഗായ്സ്, ഇന്ന് നമ്മൾ 11ാമത്തെ ദിവസത്തെ ലോങ് വീഡിയോ ചലഞ്ചാണ്. അപ്പം നേരെ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ കണ്ണിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അത് വണ്ടിയിൽ വരുന്ന സമയത്ത് രാത്രി മഴയായിട്ട് വെള്ളം അടിച്ചിട്ടായതാണ്. അപ്പം അത് കാര്യമാക്കണ്ട, നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മളെ ടോപ്പിക്ക് ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ ടോപ്പിക്ക് എന്ന് പറയുന്നത് പ്രൂവിങ് വേഴ്സസ് ഇംപ്രൂവിങ്. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രൂവിങ് വേഴ്സസ് ഇംപ്രൂവിങ്. പ്രൂവിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യങ്ങൾ നമ്മൾ തെളിയിക്കുകയാണ്. മീൻസ് ഞാൻ ഇതിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ ലൈഫിൽ കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മാറ്റി തുടങ്ങുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാണ്, ആദ്യം പ്രൂവിങ്ങിനെ കുറിച്ച് പറയാം. നമ്മൾ തെളിയിക്കുകയാണ്. നമ്മളൊരു സാധനം തെളിയിക്കുകയാണ്. നമ്മളിങ്ങനെയാണ്, നമ്മൾക്ക് ഇതാണ് ആഗ്രഹം, നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡേ ബൈ ഡേ നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു സെക്ഷൻ. ഇനി നമ്മൾ ഇമ്പ്രൂവിങ് ആണെങ്കിൽ നമ്മളെ പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കി നമ്മൾ അതിൽ പണിയെടുത്ത് അതിനെ ഇനി കുറച്ചും കൂടെ എത്രത്തോളം ഇമ്പ്രൂവ് ആക്കാൻ പറ്റുമോ, ഇതാണ് കുറച്ചുകൂടി ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഏരിയ. ഇമ്പ്രൂവിങ് ആണ് ഏറ്റവും ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഏരിയ. പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഈസിയാണ്, പക്ഷേ ഗ്രോത്ത് അത്രയ്ക്ക് സ്ലോ ആയിരിക്കും. മീൻസ് ഞാനിത് പറയാനുള്ളൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. എൻ്റെ ഈ ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. എനിക്ക് 2 ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് പേഴ്സണലായിട്ട്. ഒന്നെന്ന് പറയുന്നത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും ഫോളോ ചെയ്യുന്നൊരു ഇൻസ്റ്റഗ്രാം പേജാണ്. ഇതിൽ 1ാം ക്ലാസ് മുതൽ ഇപ്പോൾ ലാസ്റ്റ് പഠിച്ച ഡിഗ്രി കഴിഞ്ഞ ഡിപ്ലോമ കഴിഞ്ഞ, അപ്പോൾ അത്രയും പഠിച്ച ആൾക്കാരൊക്കെ ഫോളോ ചെയ്യുന്നൊരു അക്കൗണ്ടാണ്. ഈ അക്കൗണ്ടിൽ ഞാൻ അധികവും നമ്മൾ അധികം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ പല ആൾക്കാരും പല മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. ഒരുപാട് വേറെ ഫീൽഡുകളും കാര്യങ്ങളൊക്കെ പാഷനും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പം അതൊരു ഏരിയ. ഇത് ഇമ്പ്രൂവിങ് എന്ന് പറയുന്നത് വേറെ എൻ്റെ ഒരു അക്കൗണ്ടാണ്. എനിക്ക് പേഴ്സണലായിട്ട് അത്രയും ഹേർട്ട്ഫുള്ളായിട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട്. ഡാൻസ് കാര്യങ്ങൾ, പാട്ട്, ഫിലിം, ആക്ടിങ് കാര്യങ്ങൾ, അതൊക്കെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ഇത്. ഇതിൽ ഞാൻ ജസ്റ്റ് ഇനി ഇമ്പ്രൂവ് ചെയ്യണം, എൻ്റെ ഇന്നർ ഹാർട്ടിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ മറ്റേന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പ്രൂവിങ് ആയിട്ടാണ് എനിക്ക് ഇത്രയും കാലം തോന്നിയിട്ടുള്ളത്. കാരണം ഡെയിലി ഞാൻ സ്റ്റോറി ഇടുന്നുണ്ടാവും, പോസ്റ്റ് ഇടുന്നുണ്ടാവും, പക്ഷേ അത് ജസ്റ്റ് ഒരു പ്രൂവിങ് ആണ്. ഞാൻ ഇതൊക്കെയാണ് ഇങ്ങനെ എനിക്ക് ആഗ്രഹം. പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യണം. നമ്മൾ ഓരോരുത്തർ സ്റ്റോറി കാണുമ്പോൾ നമ്മളത് ഇൻഫ്ലുവൻസ് ആവുകയാണ്, വെറുതെ ആവശ്യമില്ലാണ്. ഇത് പക്ഷേ നമുക്ക് ശരിക്കും നമ്മളറിഞ്ഞ് പണിയെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, പ്രൂവിങ്ങിനേക്കാൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം തന്നെയാണ് ഇമ്പ്രൂവിങ്. നിങ്ങൾക്ക് ഈ ഇമ്പ്രൂവിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. പക്ഷേ ഹാർഡാണ്, കുറച്ച് കഷ്ടപ്പാടുണ്ട്. നമ്മളെ വിലയിരുത്തണം, നമ്മളെ തെറ്റുകൾ നമ്മൾ സ്വയം അക്സെപ്റ്റ് ചെയ്യണം. അതുപോലെ അതിനെ തിരുത്താൻ തയ്യാറാവണം. പിന്നെ പുതിയ സ്കില്ലുകൾ പഠിച്ചുകൊണ്ടിരിക്കണം, ഇമ്പ്രൂവ് ചെയ്യണം. കോമ്പറ്റീഷൻ ഉണ്ടാവും. പക്ഷേ നമ്മളെ ഫോക്കസ് ഒരിക്കലും മാറില്ല പ്രൂവിങ്ങിൽ നമ്മൾ ജസ്റ്റ് ഡേ ബൈ ഡേ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഗ്രോത്ത് ഭയങ്കര സ്ലോ ആയിരിക്കും. ഭയങ്കര സ്ലോ ആയിരിക്കും. പക്ഷേ ഇമ്പ്രൂവിങ്ങിൽ നമ്മളെ ഗ്രോത്ത് നമ്മൾ പോലും അറിയാത്ത രീതിയിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കും. പക്ഷെ അത് ഇന്നല്ലെങ്കിൽ നാളെ നടക്കുന്ന ഒരു ഉറപ്പുമില്ല. പക്ഷെ നടക്കും, അത് ഉറപ്പാണ്. അപ്പം മെയിനായിട്ട് ഞാൻ പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നിങ്ങളെ കഴിവിനെ മാക്സിമം വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. നിങ്ങളെ സമയത്തിന് നല്ല വാല്യൂ കൊടുക്കുക, നിങ്ങളെ എനർജിക്ക് നല്ല വാല്യൂ കൊടുക്കുക, നിങ്ങളെ കൂടുതലായിട്ട് സ്നേഹിക്കുക, നിങ്ങളെ കൂടുതലായിട്ട് അറിയുക, നിങ്ങളെ കഴിവുകളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കുക, അതിനെ കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ നല്ലൊരു ലൈഫ് എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.